യെസ്, എറണാകുളം പെരുമ്പാവൂർ മുടക്കുഴിയിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ. വോട്ടിംഗ് യന്ത്രത്തിൽ താമര ചിഹ്നത്തിന് ബീപ്പ് ശബ്ദമില്ല. BJP പ്രവർത്തകരുടെ പരാതിയിൽ വോട്ടിംഗ് നിർത്തിവെച്ചു. ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച വോട്ടിംഗ് പുനരാരംഭിച്ചു. മുടക്കുഴ പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 72-ലാണ് വോട്ടിംഗ് നിർത്തിവെച്ച് പിന്നീട് പുനരാരംഭിച്ചത്. ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഇപ്പോൾ മുടക്കുഴയിൽ നിന്നും പുറത്തു വരുന്നത്. എന്താണ് ഈ മെഷീന് തകരാറുണ്ടാകാൻ കാരണം? കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയാണോ ഇത്തരമൊരു വോട്ടിങ്ങിന് ആ ബൂത്ത് കടന്നത്? എറണാകുളം ജില്ലയിലും വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന്, ചില ബൂത്തുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ മുടക്കുഴയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. മുടക്കുഴയിൽ വോട്ടിംഗ് യന്ത്രത്തിന് ബീപ്പ് ശബ്ദം, താമര ചിഹ്നത്തിൽ വോട്ടമർത്തുമ്പോൾ ബീപ്പ് ശബ്ദം ഉണ്ടാകുന്നില്ല എന്ന് ഉള്ള ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു. തുടർന്ന് അവർ പരാതിയുമായി പ്രിസൈഡിംഗ് ഓഫീസറെ സമീപിക്കുകയും BJP പ്രവർത്തകർ അവിടെ ഇത് വോട്ടിംഗ് യന്ത്രം മാറ്റുന്നത് വരെ വോട്ടിംഗ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ താൽക്കാലികമായി വോട്ടിംഗ് നിർത്തിവെച്ചു. പുറത്തുനിന്ന് ഉദ്യോഗസ്ഥർ എത്തി വോട്ടിംഗ് മെഷീൻ പരിശോധിച്ചു. അതിൻ്റെ തകരാറുകൾ പ്രധാനമായും പരിഹരിച്ചതിന് ശേഷം വീണ്ടും വോട്ടിംഗ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് മുടക്കുഴ പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 72-ലാണ് ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത്. മറ്റു ചില ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറുകൾ ചെറിയ തോതിൽ വോട്ടിംഗ് വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഏറെ നേരം ഇവിടെ വോട്ടിംഗ് നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് എന്നൊരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായും തന്നെ സാധാരണ നിലയിൽ വോട്ടിംഗ് യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങി എന്ന് വ്യക്തമായപ്പോൾ മാത്രമാണ് വോട്ടിംഗ് സാധാരണഗതിയിലേക്ക് ആരംഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ സമ്മതിച്ചത്. അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതേ സമയത്ത് തന്നെ മരടിൽ തന്നെ കള്ളവോട്ട് പരാതിയും ഉണ്ട്. എറണാകുളം ജില്ലയിൽ മരട് മുനിസിപ്പാലിറ്റിയിൽ കള്ളവോട്ട്, വ്യാപകമായി കള്ളവോട്ട് നടന്നതായി ഉള്ള ഒരു പരാതിയാണ് BJP പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്ന് അവർ വ്യക്തമാക്കി. NDA മരട് മുനിസിപ്പാലിറ്റി 20ാം ഡിവിഷൻ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ അമ്മ മണി രാധാകൃഷ്ണന്റെ പേരിലാണ് കള്ളവോട്ട്. വോട്ട് ചെയ്യാനെത്തിയപ്പോൾ 9 മണിയോടെ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മറ്റൊരാൾ അവിടെ വോട്ട് ചെയ്ത് മടങ്ങിയതായിട്ടാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. തുടർന്ന് അവിടെ അവർ പരാതിപ്പെട്ടു. BJP പ്രവർത്തകരോടക്കം ഈ പരാതി ഉന്നയിച്ചു. സ്ഥാനാർത്ഥി മകനോടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് പ്രവർത്തകർ അവിടെ എത്തി ഇത് ചലഞ്ച് ചെയ്തു. ഇത്തരത്തിൽ ഈ ഒരു പകരം വോട്ട് ചെയ്യാൻ സംവിധാനം ഒരുക്കണം, അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കണം, ആരാണ് ഈ കള്ളവോട്ട് ചെയ്ത് മടങ്ങിയത് എന്ന കാര്യം പരിശോധിക്കണം എന്ന കാര്യം അവർ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തുമെന്ന ഉറപ്പ് ഉദ്യോഗസ്ഥർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില ഭാഗങ്ങളിലും, കൊച്ചി കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു. അതായത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് അത്തരം പരാതികൾ അവർ അത് പരിഹരിക്കുകയും എല്ലാം തന്നെ ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്തത്. ഒരു പോളിംഗ് ശതമാനം, സാധാരണ നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഉച്ചവരെയുള്ള സമയത്തൊന്നും വലിയ പോളിംഗിലേക്ക് പോകാറില്ല. എന്നാൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിലും സമീപ മുനിസിപ്പാലിറ്റികളിലും എല്ലാം തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 28% പോളിംഗ് എത്തുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. ഒപ്പം നഗരസഭകളിൽ കളമശ്ശേരിയിൽ 32.37% പോളിംഗ് എത്തിയിട്ടുണ്ട്. കോതമംഗലത്ത് 36%, അങ്കമാലിയിൽ 38%, തൃപ്പൂണിത്തുറയിൽ 31%, മൂവാറ്റുപുഴയിൽ 40% കടന്ന് പോളിംഗ് ഉണ്ട്. നോർത്ത് പറവൂരിൽ 38%, പെരുമ്പാവൂരിൽ 31% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആലുവയിൽ 35%, തൃക്കാക്കരയിൽ 31%മാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്കുകൾ പ്രകാരം പോളിംഗ് ഇതുവരെ നടന്നിരിക്കുന്നത്. ആലുവയിൽ 35%, തൃക്കാക്കരയിൽ 31%, ഏലൂരിൽ 38%, മരടിൽ 36%, കൂത്താട്ടുകുളത്ത് 42%, പിറവത്ത് 37% പോളിംഗ് ആണ്. എല്ലായിടത്തും ശക്തമായ ഒരു ത്രികോണ മത്സരം നടന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടർമാരെ ഈ ഒരു പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ പരമാവധി എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷിച്ച പോലെ വോട്ടർമാർ പരമാവധി എത്തുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് കൊച്ചിയിൽ വോട്ടർമാരുടെ ഒഴുക്ക്? രാവിലെ മുതൽ എങ്ങനെയാണ് തിരക്ക് അനുഭവപ്പെടുന്നത്? അതോ വോട്ടർമാർ എത്തി തുടങ്ങുന്നതേ ഉള്ളോ?
പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ശരി വലിയ ഒരു പോളിംഗ്, അതായത് മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ഏറെ ശ്രദ്ധേയമായ ഡിവിഷനുകളിലെല്ലാം കൊച്ചി കോർപ്പറേഷനിലെ ആണെങ്കിലും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ ആണെങ്കിലും എല്ലാം തന്നെ ശ്രദ്ധേയമായ ഡിവിഷനുകളിലെല്ലാം തന്നെ വലിയ പോളിംഗ് ആണ് നടക്കുന്നത്. അത്ര ആവേശപൂർവ്വം അവർ ആ പോളിംഗിൻ്റെ ഭാഗമാകുന്നു, വോട്ടെടുപ്പിൻ്റെ ഭാഗമാകുന്നു, സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വേണ്ടി എത്തുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. നഗരത്തിൽ മറ്റു പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആളുകളടക്കം ഇവിടെ പല ആവശ്യങ്ങൾക്ക് വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ മറ്റു തിരക്കുകളെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് കൊണ്ട് പോളിംഗ് ശതമാനം സാധാരണഗതിയിൽ കൊച്ചി നഗരത്തിൽ കുറയാറാണ് പൊതുവ്. താരതമ്യേന മറ്റു ജില്ലകളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറയാറുണ്ട് എറണാകുളം ജില്ലയിലും. എന്നാൽ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ രീതിയിൽ പോളിംഗ് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗിലേക്ക് തന്നെ ഒരുപക്ഷെ 70% എത്തുന്ന ഒരു പോളിംഗിലേക്ക് തന്നെ ആ ശതമാന കണക്കുകൾ എത്തുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാനും കഴിയും. അതിനിടയിലാണ് വിവിധ ഭാഗങ്ങളിൽ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിനിടയിൽ പാമ്പാക്കുട പഞ്ചായത്തിൽ ഓണക്കൂർ 10ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ആ വാർഡിലെ മാത്രം പ്രതിനിധി വോട്ടെടുപ്പ് മാറ്റിവെച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള വോട്ടെടുപ്പ് തുടരുമെന്ന കാര്യമാണ് ഭരണാധികാരി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ മരണം നടന്നിരിക്കുന്ന സ്ഥാനാർത്ഥി മരണപ്പെട്ടിരിക്കുന്ന വാർഡിൽ മാത്രമാണ് ഈ ഒരു വോട്ടെടുപ്പ് നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. മറ്റൊരു ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന കാര്യമാണ്. സ്ഥാനാർത്ഥിയായിരുന്ന CS ബാബുവിന്റെ വേർപാടിനെ തുടർന്നായിരുന്നു വാർഡ് തല വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. അതേ സമയത്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് സാധാരണ നിലയിൽ തന്നെ തുടരുമെന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യമായ ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ജില്ലയിൽ നിന്ന് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടി, എന്തായാലും ഈ വോട്ടിംഗ് ഒക്കെ രേഖപ്പെടുത്താതിരുന്ന വോട്ടർമാരുടെ ആ പ്രത്യേകതകൾ നമുക്കൊന്ന് അറിയേണ്ടതാണ്. അതായത് ഈ എറണാകുളത്ത് ഇന്ന് വോട്ട് രേഖപ്പെടുത്താനെത്തിയ ആ പ്രമുഖർ ആരൊക്കെയാണ്? ഇന്ന് ഇവിടെ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്തത്. ഒപ്പം തന്നെ മന്ത്രി P രാജീവ് ഇവിടെ വോട്ട് ചെയ്തു. എറണാകുളത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒപ്പം ഇവരെല്ലാം തന്നെ ഈ പ്രധാന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇവരെല്ലാം വലിയ ഒരു ആത്മവിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു. മൂന്ന് മുന്നണികളുടെയും നേതാക്കൾ വോട്ട് ചെയ്തതിനു ശേഷം അവരോട് പ്രതികരണങ്ങൾ തേടിയപ്പോൾ വലിയ ഒരു വിജയപ്രതീക്ഷയിലാണ് തങ്ങളുള്ളത്. വലിയ മുന്നേറ്റം നടത്തുമെന്ന് മോരും പറഞ്ഞു. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ അടക്കം സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ വിവിധ മേഖലകളിലെ ആളുകൾ കൊച്ചി കോർപ്പറേഷനിലും ഒപ്പം തന്നെ സമീപ മുനിസിപ്പാലിറ്റികളിലും എല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ആളുകളിൽ പലർക്കും, പ്രമുഖരായ ആളുകളിൽ പലർക്കും ഉച്ചയ്ക്ക് ശേഷം അവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്ന ഒരു അറിയിപ്പാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും കൊച്ചിയിലെ സിനിമാ മേഖലയിലുള്ള ആളുകളാണെങ്കിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരാണെങ്കിലും എല്ലാം തന്നെ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എറണാകുളത്തെ വോട്ടിംഗ് കാഴ്ചകളാണ് പ്രേക്ഷകർക്കായി ജിജീഷ് കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി എത്തിച്ചത്. എറണാകുളം പെരുമ്പാവൂർ എന്തായാലും മുടക്കുഴയിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ വോട്ടിംഗ് യന്ത്രം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ജിജീഷ് കരുണാകരൻ നൽകിയ വിവരം. ഇനി നമുക്ക്